ഈ വരുന്ന ബുധനാഴ്ച നടക്കുന്ന SSLC ക്രിസ്മസ് എക്സാം മാത്സ് പരീക്ഷ ടഫായിരിക്കും. സംശയം വേണ്ട, വെറുതെ പറയുന്നതല്ല. SSLC ക്രിസ്മസ് എക്സാം കഴിഞ്ഞ വർഷത്തെയും 2022 പരീക്ഷാ പേപ്പറുകളെ അടിസ്ഥാനമാക്കിയാണ് MS നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷൻ സെൻ്ററുകളിൽ മാത്സിൻ്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളിൽ റിവിഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അത് എടുത്തു തീർക്കുന്ന ചടങ്ങുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലയിടത്ത് ചാപ്റ്റേഴ്സ് തീർന്നിട്ടില്ല, ഇപ്പോഴും സോളിഡ്സിൽ എങ്ങാനും എത്തിയിട്ടൊക്കെയുള്ളൂ എന്നൊക്കെ കമൻറ്റുകൾ പറയപ്പെടുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഇനി തിങ്കൾ ചൊവ്വ 2 ദിവസം മാത്രമേ നമ്മുടെ മാത്സ് പരീക്ഷയ്ക്കുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, മാത്സ് പരീക്ഷ ടഫായിരിക്കുമെന്ന് MS പറയാനുള്ള കാരണം എന്താണ്? കാരണം 2022 നമ്മുടെ കൊറോണ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് 2022 നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ആദ്യമായി നടക്കുന്നത്. അന്ന് ഓണപ്പരീക്ഷയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരു ചോദ്യങ്ങളും അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. 1, 2, 3 മാർക്കിന് മാത്രമേ ഓണപ്പരീക്ഷയുടെ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രിഗണോമെട്രി, ടാൻജൻസ്, സോളിഡ്സ്, കോർഡിനേറ്റ്സ്, ജിയോമെട്രി എന്നീ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു പോയ കുട്ടികൾക്ക് വളരെ കൃത്യമായി 2022 പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് 2023 കുട്ടികളും എന്ത് ചെയ്തു? ഓണപ്പരീക്ഷയുടെ പാഠഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ക്രിസ്മസ് പരീക്ഷ അറ്റൻഡ് ചെയ്തു. അവിടെ പണി കിട്ടി. അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓണപ്പരീക്ഷയുടെ പോർഷൻസിൽ നിന്ന് കഴിഞ്ഞ ക്രിസ്മസ് എക്സാം പരീക്ഷയിൽ മാത്തമാറ്റിക്സിൽ ഒരു തിരിച്ചടി വിദ്യാർത്ഥികൾക്കുണ്ടായി. ഓണപ്പരീക്ഷയുടെ ഭാഗം തീരെ പഠിക്കാതെ പോയ കുട്ടികൾക്ക് വലിയ രീതിയിൽ മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ വർഷം ഉടലെടുക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് ഈ വർഷം 2024 ഒരു പകുതിയോളം കുട്ടികൾ ഓണപ്പരീക്ഷയുടെ പോർഷൻസും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ക്രിസ്മസിൻ്റെ പോർഷൻസ് വലിയ A+ കിട്ടാനുള്ള 4ഓളം ചാപ്റ്റേഴ്സുകൾ അവിടെ കിടക്കുമ്പോൾ, 4-5 ചാപ്റ്ററുകൾ അവിടെ കിടക്കുമ്പോൾ ആദ്യത്തെ ഓണപ്പരീക്ഷയുടെ പാഠഭാഗങ്ങളിലേക്കും കൂടി കുട്ടികൾ ഇപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഈ വരുന്ന പരീക്ഷാ പേപ്പറിൽ ഓണപ്പരീക്ഷയുടെ ഭാഗത്ത് നിന്ന് 2022 പോലെ അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിലോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്മസ് എക്സാമിൻ്റെ 5 ചാപ്റ്ററുകളിൽ നിന്ന് വളരെ ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരും. അത്രയും ഡീപ്പിലേക്ക് പോകാത്തൊരു കുട്ടിയായിരിക്കില്ലേ ഓണപ്പരീക്ഷയുടെ പോർഷൻസ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കുട്ടിക്ക് പരീക്ഷ എന്താകും? ടഫാവും. ഇനി രണ്ടാമത്തേത്, ഓണപ്പരീക്ഷയുടെ പോർഷൻസ് പരീക്ഷാ പേപ്പറിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണപ്പരീക്ഷയുടെ പോർഷൻസിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ പോയ കുട്ടിക്ക് എന്ത് കിട്ടും? ടഫാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ പോയാലും ഒരാൾക്ക് ടഫാവും. ഓണപ്പരീക്ഷയുടെ പോർഷൻസ് പഠിച്ചു പോയ കുട്ടിയും ഓണപ്പരീക്ഷയുടെ പോർഷൻസ് പഠിക്കാതെ പോയ കുട്ടിയും. ഇനി 2 കുട്ടികൾക്കും ടഫാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതായത് ടാൻജൻസ്, സോളിഡ്സ്, കോർഡിനേറ്റ്സ്, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ട്രിഗണോമെട്രി. മാത്തമാറ്റിക്സിൻ്റെ 11 ചാപ്റ്ററുകളിലെ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന ചാപ്റ്ററുകളാണിതെല്ലാം. അത്രമേൽ ടഫാണ്. ചോദ്യങ്ങൾ ചെയ്ത് ശീലിച്ചവർക്കറിയാം. നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ നിങ്ങൾ മേ ബി സ്കൂളുകളിലെല്ലാം പറയുന്നില്ല, ട്യൂഷൻ സെൻ്ററിലൊക്കെ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. 2 ചാപ്റ്ററുകളെ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ മേ ബി നിങ്ങൾ അധികം വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. കോർഡിനേറ്റ്സിനെയും ട്രിഗണോമെട്രിനെയൊക്കെ വേണമെങ്കിൽ യോജിപ്പിക്കാം, അല്ലെങ്കിൽ കോർഡിനേറ്റ്സും ടാൻജൻസിനെയും യോജിപ്പിക്കാം. എന്തും സംഭവിക്കാം. ഏത് ചാപ്റ്ററുകളെ മിക്സ് ചെയ്യണം, മിക്സ് ചെയ്യേണ്ട എന്ന് ചോദ്യപേപ്പർ ഇടുന്ന ആൾക്ക് തീരുമാനിക്കാം. അതിനേക്കാൾ അപ്പുറത്തേക്ക് എത്ര പഠിച്ചാലും ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരു ചാപ്റ്റർ ഉണ്ട്. അതായിരുന്നു സോളിഡ്സ്. ആ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് ഈ ക്രിസ്മസ് പരീക്ഷക്കല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ നോക്കുമ്പോഴും മാത്സ് ഒരു പേടി സ്വപ്നമായി കുട്ടികൾക്ക് മാറാൻ പോവുകയാണ്. മേ ബി ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടേക്കാം, SSLC ക്രിസ്മസ് എക്സാമിൻ്റെ മാത്സ് പരീക്ഷ എളുപ്പമാകുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ കണ്ടീഷൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് കയറി ചെല്ലാൻ. അതായത് ഓണപ്പരീക്ഷയുടെ പോർഷൻസ് നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തിരിക്കണം. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് വളരെ ഡീപ്പിലേക്ക് നിങ്ങൾ ഇറങ്ങിയിരിക്കണം.
കോൺഫിഡൻസ് നഷ്ടപ്പെടാനും പാടില്ല. ഈ 3 കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മുന്നോട്ടൊക്കെ പോയേ പറ്റുള്ളൂ. പിന്നെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് കേവലം 10ാം ക്ലാസ്സിൻ്റെ മെയിൻ എക്സാമിൽ ഇത്ര A+ കിട്ടുമെന്ന് പ്രവചിക്കപ്പെടുന്ന എക്സാമല്ല, പരീക്ഷണം മാത്രമാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള സെപ്റ്റംബറിലെ അവസാന ഭാഗത്തേക്കും ഒക്ടോബർ നവംബർ എന്നീ പറയുന്ന 2 മാസം നിങ്ങൾ എന്ത് പഠിച്ചെടുത്തു എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുന്ന, പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചറിയുന്ന, അധ്യാപകർ തിരിച്ചറിയുന്ന പരീക്ഷ മാത്രമാണ് ക്രിസ്മസ് പരീക്ഷ എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. നിങ്ങൾ പേടിക്കണ്ട. ഏതൊക്കെ പരീക്ഷകൾ വന്നാലും കയറിയിറങ്ങിയാലും എത്രയൊക്കെ കോൺഫിഡൻസുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും MS-ൻ്റെ പ്രഡിക്ഷനും MS-ൻ്റെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് നിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയും നീയും ഒരുപോലെ ചിരിക്കും. നിങ്ങൾ രണ്ടുപേരും MS-ൻ്റെ പ്രഡിക്ഷനും MS-ൻ്റെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസും കണ്ടുവന്നവരായിരിക്കും. അതുകൊണ്ട് മാത്സ് പരീക്ഷയുടെ എക്സാം ഹാളിൽ നീ കയറുന്നതിന് മുമ്പേ നിന്നെ ഞാൻ ചിരിപ്പിച്ചിരിക്കും, കോൺഫിഡൻസ് ഞാൻ ഉയർത്തിയിരിക്കും. ഇറങ്ങുമ്പോഴേക്ക് എനിക്ക് A+ കിട്ടിയത്, എനിക്ക് A+ൻ്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് MS-ൻ്റെ പ്രഡിക്ഷൻസും MS-ൻ്റെ ലൈവും കണ്ടതുകൊണ്ടാണെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ടീച്ചേഴ്സ് റെഡി ആയിട്ടുണ്ട്. സോ ഇന്ന് രാത്രി 7 മണിക്ക് MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ പക്ക സ്റ്റഡി പ്ലാൻ നിനക്ക് തരുന്നുണ്ട്. മാത്സിനെ പേടിക്കുന്ന, മറ്റ് വിഷയങ്ങളെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നിനക്ക് MS ഡയറക്റ്റ് 7 മണി മുതൽ 7:30 വരെ ഒരു ലൈവ് തരുന്നുണ്ട്. മാത്രമല്ല 7:30 മണിക്ക് 60 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈവിലേക്ക് വരട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.